ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണി ഗ്യാപ് ഡൗണിൽ വ്യാപാരം ആരംഭിച്ചെങ്കിലും വ്യാപാരത്തിന്റെ അവസാന ഘട്ടത്തിൽ ശക്തമായ തിരിച്ചുവരവ് പ്രകടമാക്കി. ആഗോള വിപണിയിലെ തിരിച്ചടികൾക്കിടയിലും നിഫ്റ്റി 23,997.55 എന്ന നിലവാരത്തിലും ബാങ്ക് നിഫ്റ്റി 54,863.35 സെൻസെക്സ് 76,913.50 ക്ലോസ് ചെയ്തു. ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾസ്, ഇറ്റേണൽ, ഹിൻഡാൽകോ എന്നിവയ്ക്കൊപ്പം ഏകദേശം 3% ഇടിവ് നേരിട്ടു. ഹിന്ദുസ്ഥാൻ യൂണിലീവറും വിപണിയിലെ നഷ്ടത്തിന് ആക്കം കൂട്ടി. എന്നാൽ ബൈബാക്ക് പ്ലാൻ പ്രഖ്യാപനത്തെ തുടർന്ന് 5% ഉയർന്ന ബജാജ് ഓട്ടോയും മികച്ച 4ാം പാദ ഫലങ്ങൾക്ക് പിന്നാലെ 8% കുതിച്ച സിൻജീൻ ഇന്റർനാഷണലും വിപണിയിൽ ശ്രദ്ധേയമായ മുന്നേറ്റം നടത്തി. മിഡ് ക്യാപ് ഓഹരികളിൽ പൊതുവായ ഇടിവ് ദൃശ്യമായപ്പോൾ $-നെതിരെ രൂപയുടെ മൂല്യം റെക്കോർഡ് താഴ്ന്ന നിലവാരമായ 95.33-ലെത്തിയതും ക്രൂഡ് ഓയിൽ വില ബാരലിന് $124 അടുത്തെത്തിയതും വിപണിയെ നെഗറ്റീവ് സോണിൽ ക്ലോസ് ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകങ്ങളായി.